ആറന്മുള ക്ഷേത്രത്തിലെ ആചാരലംഘനത്തെക്കുറിച്ച് തന്ത്രി അറിയിച്ചത് ദേവസ്വം ബോർഡ്. സംഭവത്തിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്ന തന്ത്രിയുടെ കത്തോടെയാണ് വിവാദങ്ങൾ തലപൊക്കിയത്. പരിഹാരം നിർദ്ദേശിച്ചത് ബോർഡിന്റെ ആവശ്യപ്രകാരമെന്ന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് പറഞ്ഞത് കേൾക്കാം. 17/9 അവിടുത്തെ ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വരികയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്, ഒരു കത്ത് തന്നു, ആ കത്തിന് മറുപടി നൽകണം എന്ന് പറഞ്ഞു. സദ്യയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ സദ്യബന്ധിതമായ ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു, അത്രയേ ഉള്ളൂ. ആചാരലംഘനം എന്നത് മാധ്യമ സൃഷ്ടി എന്ന പത്തനംതിട്ട CPIMന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടി. അപ്പോൾ സ്വാഭാവികമായും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് കേരളത്തിൽ ഏതാണ്ട് ഒരു 10-15ഓളം അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ നേതൃത്വം വഹിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങളെ സംബന്ധിച്ച് അറിവുണ്ടാകണമെന്നില്ല. എന്തെങ്കിലും ആചാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്ത്രിയുടെ കത്ത് നമുക്ക് നൽകിയിട്ടൊന്നും പറഞ്ഞ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ആറന്മുള വള്ളസദ്യയിലെ ആചാരലംഘനത്തിൽ വിശദീകരണവുമായി ഇതിനിടെ ദേവസ്വം മന്ത്രി VN വാസവൻ രംഗത്തെത്തി. ചടങ്ങുകൾ പൂർത്തിയാകാൻ സദ്യ കഴിക്കണമെന്ന് പറഞ്ഞെന്നും പള്ളിയോട സംഘമാണ് കൊണ്ടുപോയതെന്നും മന്ത്രി പറഞ്ഞു. 31 ദിവസത്തിന് ശേഷം കത്ത് വന്നത് ആസൂത്രിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വളരെ അവാസ്തവവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആചാരലംഘനമോ ഇതൊന്നും ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇതിൽ ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള CPIMന്റെ ഒരു പ്രസ്താവന, അതൊക്കെയാണ് ഇപ്പോൾ അവർ തന്നെ വെട്ടിലായിരിക്കുന്നു. ബോർഡാണ് ഇങ്ങനെ ഒരു ആചാരലംഘനത്തെക്കുറിച്ച് അറിയിച്ചത് എന്ന് തന്ത്രിയും പറയുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? പള്ളിയോട് സംഘം മറ്റൊരു കാര്യം പറയുന്നു. ആചാരലംഘനം എന്ന് പറയപ്പെടുന്ന കാര്യം ഉണ്ടായോ? അനുജ, കഴിഞ്ഞ മാസം 14 ഇത്തരത്തിൽ ആറന്മുളയിൽ അഷ്ടമിരോഹിണി വള്ളസദ്യ നടക്കുന്നത്. അന്നേ ദിവസമാണ് മന്ത്രിക്കും കൂട്ടർക്കും കുറച്ച് നേരത്തെ ഇവിടെ സദ്യ വിളമ്പിക്കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അന്നേ ദിവസം പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട പല വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിൻ്റെ പ്രതിഷേധവും ഇതിനെതിരെ ഉള്ള ശബ്ദങ്ങളും ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് ആ വാർത്ത കെട്ടടങ്ങി. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രം തന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് കത്ത് നൽകുകയും ആ കത്തിന് തന്ത്രി മറുപടി നൽകുകയും ചെയ്തു. അതായത് ആചാര ലംഘനമുണ്ടായി, അതിനെ പ്രായശ്ചിത്തം ചെയ്യണമെന്ന കത്ത് നൽകി. ഈ കത്ത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ കത്തി പടരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ CPM ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളാണ് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന പ്രതികരണം നടത്തി. പക്ഷേ രാവിലെയാണ് തന്ത്രി വിഷയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രായശ്ചിത്തം വേണമെന്ന കത്ത് നൽകിയെന്ന നിലപാട് സ്വീകരിച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറോടും ഈ ആറന്മുള ചുമതലയുള്ള ഡെപ്യൂട്ടി അസിസ്റ്റന്റ് കമ്മീഷണറോടൊക്കെയാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം ഒടുവിൽ വന്നിട്ടുണ്ട്. ആസൂത്രിതമാണ് ഈ വിവാദം. ഒരു മാസത്തിന് ശേഷം ഇത്തരമൊരു വിവാദം വരുന്നത് ആസൂത്രിതമെന്നാണ്. അതെ, പക്ഷേ ഇതിലൊരു ആചാരലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ബോർഡ് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയതെന്ന് തന്ത്രി പറഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനമാകുന്നത്. അത് ബോർഡിനെ തന്നെ വെട്ടിലാക്കുന്ന ഒരു വിശദീകരണമായി പോയി. ഇപ്പോൾ വിശദീകരണം തേടേണ്ട അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അതുകൊണ്ട് ചെന്നെത്തിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.